മക്കളെ, നമുക്ക് ഇന്ന് വായന പഠിക്കാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ വായിക്കാൻ പഠിക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക. ചിഹ്നങ്ങളാണ് ആദ്യം പറയുന്നത്. ഈ ചിഹ്നങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വായന പഠിച്ചു എന്നാണ് അർത്ഥം. ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആ എന്ന അക്ഷരമാണ്. ആ എന്നതാണ് അടുത്ത അക്ഷരം. എന്താണ്? ആ. ഫസ്റ്റ് ആ. ആ എന്നതിൻ്റെ ചിഹ്നമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ എന്നതിൻ്റെ ചിഹ്നം. അപ്പം നമ്മളൊരു അക്ഷരം പഠിച്ചു. ക എന്ന അക്ഷരം പഠിച്ചു. ക എന്ന അക്ഷരം പഠിച്ചു. ഈ ക എന്ന അക്ഷരത്തിനെ കാ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇതാ ഇങ്ങനെ ഒരു ദീർഘം കൊടുക്കുക. ഓക്കെ, കാ. ഇനി അടുത്തത് ഈ എന്ന ചിഹ്നമാണ്. ഈ ക എന്ന അക്ഷരത്തിന് തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ എന്ന ചിഹ്നം കൊടുക്കുന്നു. ഈ എന്ന ചിഹ്നം കൊടുക്കുന്നു. അപ്പോൾ എന്താണ് വായിക്കുന്നത്? ഈ. കി. കി. ഓക്കെ, ക എന്ന അക്ഷരത്തിനോട് കൂടി ഈ എന്ന് ചേർത്ത് പറയാം. മലയാളത്തിൽ പറയുന്നത് പോലെ ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ ചേർത്ത് പറയാം. കി. വലിയ ഈ അല്ല, ചെറിയ ഈ. ഈ. അടുത്തതാണ് ഈ എന്ന് വരുന്നത്. അടുത്തത് എന്താണ്? ഈ. അപ്പം നമ്മൾ വീണ്ടും ക എന്ന അക്ഷരം തന്നെ എടുക്കുന്നു. ക എന്ന അക്ഷരത്തിന് ഈ എന്ന ചിഹ്നം കൊടുക്കുന്നു. കീ. എന്താ വായിക്കുന്നത്? കീ എന്ന് വായിക്കാം. അടുത്തത് ഉ എന്നതിൻ്റെ ചിഹ്നമാണ്. എന്തിൻ്റെ ചിഹ്നമാണ്? ഉ എന്നതിൻ്റെ ചിഹ്നം. ക എന്ന അക്ഷരം എടുക്കുന്നു. അതിന് ഉ എന്ന ചിഹ്നം കൊടുക്കുന്നു. എന്താണ് വായിക്കുന്നത്? കു. ഓക്കെ, ഉ എന്ന ചിഹ്നം കണ്ടോ? അടുത്തത് ഊ എന്ന ചിഹ്നമാണ്. ഊ. ഊ എന്ന ചിഹ്നം ദാ ഇങ്ങനെയാണ് ഊ എന്ന ചിഹ്നം ഇടുന്നത്. ക എന്ന അക്ഷരത്തിന് തന്നെ നമുക്ക് ഊ എന്ന ചിഹ്നം കൊടുക്കാം. ക എന്ന അക്ഷരത്തിന് തന്നെ ഊ എന്ന ചിഹ്നം കൊടുക്കുന്നു. എന്താണ് വായിക്കുന്നത്? കൂ. ഇനി അടുത്തത് ഇർ. ഇർ എന്നതിൻ്റെ ചിഹ്നമാണ്. ക എന്ന അക്ഷരത്തിന് നമുക്ക് ചിഹ്നം കൊടുത്താൽ എന്താണ് വായിക്കുക എന്ന് നോക്കാം. കൃ. എന്താണ്? കൃ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അടുത്തത് എ എന്ന ചിഹ്നമാണ്. എ. എ എന്ന ചിഹ്നത്തിന് അക്ഷരം എഴുതിയിട്ട് അക്ഷരത്തിന് മുകളിൽ ഇങ്ങനെ ഒരു വര മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അക്ഷരത്തിന് മുകളിൽ എന്ത് ചെയ്യുക? ഒരു വര മാത്രം, ഇങ്ങനെ ഒരു വര. അതാണ് എന്ത്? എൻ്റെ ചിഹ്നം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ചിഹ്നം. അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര കൊടുക്കുക. അതിനെയാണ് എ എന്ന് പറയാം. ആ അക്ഷരത്തിൻ്റെ കൂടെ എ കൂട്ടിയിട്ട് പറയും. ക എന്ന അക്ഷരമാണെങ്കിൽ ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ എ എന്ന് കൂട്ടിയിട്ട് പറയും. അപ്പം എന്താണ്? കെ. വേറെ ഏതക്ഷരവും ആവട്ടെ അതിനോട് കൂടി എ എന്ന് ചേർത്താണ് നമ്മൾ പറയേണ്ടത്. മ എന്ന അക്ഷരമാണെങ്കിൽ മേ. പായാണെങ്കിൽ പേ. ഓക്കെ, ഇനി അടുത്തത് ഓ. സോറി, എ കഴിഞ്ഞിട്ട് ഐ. ഐ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി ഐ. ഐ എന്നതിന് വീണ്ടും നമുക്ക് ക എന്ന അക്ഷരം തന്നെ എടുക്കാം. ക എന്ന അക്ഷരത്തിന് മുകളിൽ എത്ര വരയുണ്ട്? 2 എണ്ണം അല്ലേ? അപ്പം ഈ 2 വര ഉണ്ടായാൽ അതിന് പറയുന്ന പേരെന്താണ്? ഐ. അപ്പോൾ അത് വായിക്കുന്നത് കൈ. എന്താണ്? കൈ. കൈ. എന്താണ് വായിക്കുന്നത്? കൈ. നമ്മൾ അക്ഷരം എഴുതുന്നു. അക്ഷരത്തിന് മുകളിൽ 2 വര, ഇതുപോലെ 2 വരയുണ്ടെങ്കിൽ അതിനെ ഐ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, എ എന്നും പറയുന്നത് ഈ അക്ഷരത്തിനെയാണ്, ഈ ചിഹ്നത്തിനെയാണ് എ എന്നും പറയാം. കെ എന്നും ചില സ്ഥലങ്ങളിൽ വായിക്കേണ്ടി വരുമ്പോൾ ഈ അക്ഷരത്തിന് നമ്മൾ കെ എന്ന് നീട്ടിയിട്ട് വായിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഐ നമ്മൾ നോക്കിക്കഴിഞ്ഞു. കൈ. ഇനി ഓ ആണ്. ഓ. ക എന്ന അക്ഷരത്തിന് തന്നെ നമ്മൾ ഓ ചിഹ്നം കൊടുക്കുന്നു. ഓ ചിഹ്നം കൊടുക്കുന്നു. കണ്ടോ? ഓ ചിഹ്നം. ഓ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ എന്താ വായിക്കുന്നത്? കോ. എന്താണ്? കോ.
ഏതക്ഷരമാണോ നമ്മൾ എഴുതുന്നത് ആ അക്ഷരത്തിൻ്റെ കൂടെ ഓ എന്ന് കൂട്ടി പറയുക. കോ. പായാണ് എഴുതുന്നതെങ്കിൽ പോ. മ അക്ഷരത്തിനാണ് നമ്മൾ ഈ ചിഹ്നം കൊടുക്കുന്നതെങ്കിൽ മോ. യാ, യോ, രാ, രോ. ഓക്കെ. ഇനി അടുത്തത് ഔ എന്ന ചിഹ്നമാണ്. ഔ. ഔ എന്ന ചിഹ്നം. നമ്മൾ എഴുതുന്ന അക്ഷരത്തിന് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എങ്ങനെയാണ്? നേരെ ഒരു വര, പിന്നെ മുകളിൽ എന്താണ്? മുകളിൽ 2 വരയില്ലേ? അപ്പം ഇതിനെ കൗ എന്ന് വായിക്കും. ഔ എന്നതിൻ്റെ ചിഹ്നമാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഔ എന്നതിൻ്റെ ചിഹ്നമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചിഹ്നം ഏതക്ഷരത്തിന് കൊടുത്താലും ആ അക്ഷരത്തിനോട് കൂടി ഔ എന്ന് കൂട്ടി പറയുക. കൗ, മൗ, ചൗ, പൗ, ഢൗ, തൗ, അങ്ങനെ. ഓക്കെ. പിന്നെ ആ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ സിമ്പിളാണ്. ആ അല്ലേ? ഇനി നമുക്ക് എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മളിവിടെ ഇപ്പോൾ എല്ലാ ചിഹ്നങ്ങളും നോക്കിയില്ലേ? എല്ലാ ചിഹ്നങ്ങളും നമ്മൾ നോക്കി. ആ, ഈ, ഉ, ഋ, എ, ഐ, ഓ, ഔ, ആ. അത്രയും ചിഹ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ദീർഘം അല്ലേ? ഈ ഇതാ വള്ളി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഈ എന്നതിൻ്റെ മലയാളത്തിൽ ഈ, ഉ, ഋ, എ, ഐ, ഓ, ഔ. ഇതിനൊക്കെ അക്ഷരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അക്ഷരങ്ങൾ ചേർത്തിട്ട് പറയും. മനസ്സിലായല്ലോ? അപ്പം ചിഹ്നങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാ അക്ഷരത്തിനും നിങ്ങൾ ചിഹ്നങ്ങൾ ചേർത്തിട്ട് വായിച്ചു നോക്കുക. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദി വായിക്കാൻ പഠിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ആ എന്ന ചിഹ്നമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ഈ ആ എന്ന ചിഹ്നം മാത്രം വരുന്ന സെൻറ്റൻസുകൾ വായിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഈ ആ എന്ന ചിഹ്നം ശരിക്ക് പഠിക്കും. അടുത്ത ദിവസം നമുക്ക് ഈ എന്ന ചിഹ്നം വരുന്നത് മാത്രം വായിക്കാം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചിഹ്നങ്ങൾ വരുന്ന പാരഗ്രാഫുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ആ ചിഹ്നം പഠിക്കും. ഏത് ചിഹ്നമാണോ നമ്മൾ വായിക്കുന്നത് ആ ചിഹ്നം തീർച്ചയായിട്ടും പഠിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ എന്ന ചിഹ്നം മാത്രം വരുന്നൊരു പാരഗ്രാഫാണ്. പഠിയേ ഓർ സമജിയേ, വായിക്കാം, മനസ്സിലാക്കാം. ആ ചിഹ്നം മാത്രമുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ. രാജ, രാജ, രാജ. ബാസാർ, ബാസാർ. ജ, രാജ, ബാസാർ, ജ. അഖബാർ, അഖബാർ, ലാ, അഖബാർ, ലാ. समाचार, समाचार. पढ़, समाचार पढ़. ഇത് ആച്ചിനല്ല കേട്ടോ, ഇതിവിടെ സ്റ്റോപ്പാണ്. അപ്പന, അപ്പന. കാമ, काम. कर, अपना काम कर. सरला, सरला. लाल, लाल. ഒരു ലാസ്റ്റിൽ ഇതുപോലെ ചിഹ്നങ്ങളില്ലാതെ അക്ഷരം വരികയാണെങ്കിൽ അതിനെ ഇൽ എന്നാണ് ഉച്ചരിക്കുന്നത്. ലാ എന്ന അക്ഷരമാണെങ്കിൽ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ഇൽ, ലാൽ. ഇതിന് ചിഹ്നങ്ങളൊന്നുമില്ലെങ്കിൽ അതിനെ എങ്ങനെ ഉച്ചരിക്കും? ഇൽ, ലാൽ. ടമാട്ടർ, ടമാട്ടർ. ടമാട്ടർ.
ഠ. ഇത് രാ എന്ന അക്ഷരമാണ്. രാ എന്ന അക്ഷരത്തിന് ഇർ എന്നാണ് ഉച്ചരിക്കുന്നത്. ചിഹ്നങ്ങളൊന്നുമില്ലാതെ അവസാനം വരികയാണെങ്കിൽ രാ എന്ന അക്ഷരത്തിന് ഇർ എന്നാണ് ഉച്ചരിക്കുക. ടമാട്ടർ, ടമാട്ടർ, ലാ, ടമാട്ടർ, ലാ. ഗാജര, ഗാജർ, ഗാജർ. മത്ത, മത്ത്, ഗാജർ, മത്ത്, ലാന, ലാന, ഗാജർ, മത്ത്, ലാന. കമല, കമല. താല, താല. ലഗാക്കർ, ലഗാക്കർ. ബാസാര, ബാസാർ. രാ എന്നത് ഇർ എന്നാണ് ഉച്ചരിക്കുക എന്ന് പറഞ്ഞു. ബാസാർ. ജ, ഹ, രാ, ഹര. പാലക, പാലക്, പാലക്. അവസാനം ക എന്ന അക്ഷരമാണ്. ചിഹ്നങ്ങളൊന്നുമില്ല. അതിനെ ക് എന്ന് ഉച്ചരിക്കുന്നു. പാലക്, ക്. ലാ, പകവാന, പകവാൻ, പകവാൻ. ബന, പകവാൻ, ബന. ഇനി നമുക്കത് ഒന്നുകൂടെ വായിച്ചു നോക്കാം. രാജ, ബാസാർ, ജ. അക്ബാർ, ല. समाचार पढ़. अपना काम कर. सरला, लाल, टमाटर, ला. गाजर, मत, लाना. कमला, ताला, लगाकर, बाजार, जा. हरा, पालक, ला. पकवान, बना. ഓക്കെ. ഇനി അടുത്ത പാരഗ്രാഫും എങ്ങനെയാണ്? ആ എന്ന് തന്നെയാണ് നമുക്ക് വായിക്കാനുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ ആ എന്നത് മാത്രമാണ് നോക്കുന്നത്. അടുത്ത ദിവസം ഈ എന്ന ചിഹ്നം വായിക്കാം. ഓക്കെ. ഈ ഒരു പാരഗ്രാഫും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. രാമ, രാം. മാ എന്നതിന് മ എന്നാണ് ഉച്ചരിക്കുക. രാം, രാം. ഒന്നിച്ച് വായിക്കുമ്പോൾ എങ്ങനെയാണ്? രാം, രാം. ആം, കാ, രസ, രസ്, ചക്ക്. രാം, ആം का रस चक. सरला, सरला. गाजर, गाजर का. हलवा, 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 हलवा. बनाकर, 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 बनाकर. बनाकर, बनाकर. ना नानद कर, बनाकर. रघ, रघ. आ ഇത് മാ എന്ന അക്ഷരമാണ്. ആം, ആം കാ അച്ചാർ. ആം കാ അച്ചാർ. മത, മത്ത്, ബന, ബന. ആം കാ അച്ചാർ മത്ത് ബന. മദന, മദൻ, മദന, മദൻ. അപ്പന, അപ്പന. പാഠ്, പാഠ്. അപ്പന, പാഠ്. യാദ, യാദ്, യാദ, യാദ്. कर, कर. याद कर.
मान आसमान पर आसमान पर बादल बादल അടുത്തത് ലായാണ് ബാദൽ ഛായ ഛായ बादल छाया आसमान पर बादल छाया अब छत ഈ വാക്കിന്റെ അവസാനം ബ എന്നാണ്. ദീർഘങ്ങളൊന്നുമില്ല, ചിഹ്നങ്ങളൊന്നുമില്ല ഇതിന്. അതുകൊണ്ട് ഈ ബ വായിക്കുന്നത് എങ്ങനെയാണ്? ബ് എന്നാണ് വായിക്കുന്നത്. അബ് അബ്. അടുത്തത് തായാണ്. തായും അതുപോലെ ഈ ചിഹ്നം ചേർത്തിട്ടാണ് വായിക്കുക. ത് ത്. അബ് ഛത്ത് ഛത്ത് പർ അബ് ഛത്ത് പർ. ര അവസാനം വരികയാണെങ്കിൽ ഇർ എന്നാണ് ഉച്ചരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതാണ് അല്ലേ. പർ കർ ഉണ്ടോ? അതിനെന്താ വായിക്കുക? കർ. ഇതിനെ പർ. അബ് ഛത്ത് पर मत जाना अब छत पर मत जाना राधा काला चाता लाना राधा काला चाता लाना अब आराम कर अब आराम कर गाना गा तबला बजा. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കാം. രാം आम का रस छक सरला गाजर का हलवा बनाकर रख आम का अचार मत बना मदन अपना पाठ याद कर आसमान पर बादल छाया अब छत पर मत जाना राधा काला चाता लाना अब आराम कर गाना गा തബല ബജ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റിയതാണ്. ആ ചിഹ്നം മാത്രമാണ് ഇതിലുള്ളത്. 2 പാരഗ്രാഫും ശരിക്കും നോക്കിയിട്ട് വായിക്കുക. നിങ്ങൾ സ്വയം തന്നെ ഒന്ന് നോക്കിയിട്ട് വായിക്കുക. സംശയമുള്ളത് വായന കേട്ടതിന് ശേഷം സംശയമുള്ളതൊക്കെ എന്ത് ചെയ്യുക? സംശയമുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വയം വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ആ എന്ന ചിഹ്നം മാത്രമാണ്. നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഈ എന്ന ചിഹ്നവും പിന്നീട് തുടർന്നിട്ട് ബാക്കി ചിഹ്നങ്ങളും നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചതാണ്. രാജാ बाजार जा अखबार ला समाचार पढ़ अपना काम कर सरला लाल टमाटर ला गाजर मत लाना
കമല, താല, ലഗാക്കർ, ബാസാർ, ജ, ഹര, പാലക്, ല, പക്വാൻ, ബന. ഓക്കെ, അപ്പം ഇത്രയും നന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾ വായിക്കുക, ചിഹ്നം ശരിക്ക് പഠിക്കുക. ആദ്യം മുതലേ ചിഹ്നങ്ങൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി ഒരു പ്രയാസവുമില്ലാതെ പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങിക്കാനും പറ്റും. ഓക്കെ.